എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നുവെന്നും ഭാര്യ ഭർത്താവിനോട് ആദരവോട് പെരുമാറണമെന്നും സർവത്തിനും കീഴടങ്ങണമെന്നും നിർബന്ധമായി നിർദ്ദേശിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഭാര്യ അവയെല്ലാം പ്രാവർത്തികമാക്കുവാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു. കൊലോസിയർ 3:18-19 വചനങ്ങൾ. കുടുംബനാഥനെന്ന നിലയിൽ കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ അത്യധ്വാനം ചെയ്യുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാർ ഏറെയുണ്ട്. അവരെ സംബന്ധിച്ച് ഭാര്യമാർ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും ഭവനം സൂക്ഷിക്കുവാനുമുള്ള അനുയോജ്യമായ തുണകളാണ്. ഇങ്ങനെയുള്ള സ്നേഹമല്ല ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഭർത്താവിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. ഒന്നാമതായി, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. എഫേസ്യർ 5:25 വചനം. സഭയ്ക്കായി തൻ്റെ ജീവനം നൽകിയ ക്രിസ്തുവിൻ്റെ ത്യാഗനിർഭരമായ സ്നേഹം ഭർത്താക്കന്മാരിൽ ഉരുവാകണം. രണ്ടാമതായി, ഭാര്യമാരെ തങ്ങളുടെ ശരീരങ്ങളെപ്പോലെ ഭർത്താക്കന്മാർ സ്നേഹിക്കണമെന്ന് പൗലോസ് ഉപദേശിക്കുന്നു. എഫേസ്യർ 5:28 വചനം. സ്വന്തം ശരീരങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള കരുതലും ശ്രദ്ധയും സൂക്ഷ്മതയും ഭാര്യയ്ക്ക് നൽകി സ്നേഹം പ്രാവർത്തികമാക്കുന്ന ഭർത്താവ് തന്നെ തന്നെ സ്നേഹിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്ന അപ്പോസ്തലൻ ഭർത്താവ് എങ്ങനെ സ്നേഹിക്കുമ്പോൾ ഭാര്യയിൽ നിന്ന് അവനിലേക്ക് ഒഴുകുന്ന സ്നേഹത്തെയും ശുശ്രൂഷയെയുമാണ് വരച്ചു കാട്ടുന്നത്. സ്ത്രീകൾ ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവാൻ 1 പത്രോസ് 3:7 വചനത്തിൽ ഭർത്താക്കന്മാരെ ഉത്ബോധിപ്പിക്കുന്ന പത്രോസ് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട സ്നേഹത്തെയും കരുതലിനെയും ചൂണ്ടിക്കാണിക്കുന്നു. അതിന് കഴിയുന്നില്ലെങ്കിൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമെന്നുള്ള താക്കീത് ദൈവഭക്തിയിൽ ജീവിക്കുകയും ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും മാർഗദീപമാകണം. പ്രിയ ദൈവമക്കളെ, നാം കർത്താവെന്ന അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം പടുത്തുയർത്തുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.